Hi everyone, it's me Divya Paul. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മൈക്രോ ഷെയ്ഡിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ തീരുമാനിച്ചത്, എവിടെയാണ് ചെയ്തത്, അതുപോലെ എൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൈക്രോ ഷെയ്ഡിങ് ചെയ്യാൻ ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചേക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് സോ വി ക്യാൻ സ്റ്റേ കണക്റ്റഡ്. ടെക്നീഷ്യൻ ഒരു ഫൈൻ ടിപ്പ് നീഡിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിഗ്മെൻറ്റ് നമ്മുടെ ഐബ്രോസിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ അതുവഴി ഒരു ഇല്യൂഷൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫുള്ളർ ലുക്കിംഗ് ഐബ്രോസ് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഐബ്രോസ് വരച്ചാൽ പോലും, ഐബ്രോ പെൻസിൽ വെച്ച് വരച്ചാൽ പോലും അത് ഈവൻ ആകണമെന്നില്ല. ചിലപ്പോൾ രണ്ട് ഐബ്രോസും ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ വരാം. എനിക്ക് പേഴ്സണലി ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇത് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത് തന്നെ. ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും ഉള്ളവർക്കൊക്കെ ഈ പ്രൊസീജിയർ ഐഡിയലാണ്. പിന്നെ ഡൗൺ സൈഡ് നോക്കുവാണെങ്കിൽ ഇതൊരു 1 ഇയറോ 2 ഇയറോ ഒക്കെ കഴിയുമ്പോൾ നമ്മളൊരു ടച്ചപ്പ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഐബ്രോയുടെ പിഗ്മെൻറ്റേഷൻ കുറയുന്ന അനുസരിച്ചാണ് ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എത്ര ഡാർക്കർ ഐബ്രോസ് ആണ് വേണ്ടതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ചെറിയ പെയിനും ഡിസ്കംഫോർട്ടും ഒക്കെ ഈ പ്രൊസീജിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാവും. അതിന് നമ്പിങ് ക്രീം യൂസ് ചെയ്താണ് ഇവർ പ്രൊസീജിയർ ചെയ്യുന്നത്. ഏതൊരു പ്രൊസീജിയറും പോലെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഈ പ്രൊസീജിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഫിസിഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുക്കുക. പിന്നെ അതുപോലെ ആഫ്റ്റർ കെയർ അവർ പറയുന്ന രീതിയിൽ ചെയ്യുക. എൻ്റെ ഐബ്രോസ് നാച്ചുറലി തിന്നാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറാണ് പതിവ്. എന്നാൽ പോലും അത് പെർഫെക്റ്റ് ആവാറില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഐബ്രോസ് ആണ് നമ്മുടെ ഫേസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഐബ്രോസ് പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് ആ മേക്കപ്പിനൊരു ഫിനിഷിങ് കിട്ടാറുള്ളൂ. കസിൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വെക്കേഷൻ പ്ലാൻ ചെയ്തത്. എൻഗേജ്മെൻറ്റ് തലേദിവസം എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ നല്ലൊരു റിസ്ക്കാണ് ഞാൻ എടുത്തത്. എന്നാലും റിലേറ്റീവ്സ് ഒക്കെ ചെയ്ത് നല്ലൊരു റിവ്യൂ കേട്ടതുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ എനിക്കുണ്ടായത്. എന്തായാലും ഒരു നാച്ചുറൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രൊസീജിയറാണ് ഈ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ അവർ ചെയ്തത്. എനിക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ അവർ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് ചെക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫേസിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഐബ്രോ മാപ്പിംഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഷേപ്പ് മാപ്പ് ചെയ്തതിൽ ഹാപ്പി ആണോന്ന് അവർ ചെക്ക് ചെയ്യുന്നു. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സജഷൻസോ ചേഞ്ചസോ വരുത്തണമെങ്കിൽ ആ സമയത്ത് പറഞ്ഞാൽ അവർ ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്പിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്യുന്നു. അപ്പോൾ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈൻ ടിപ്ഡ് നീഡിൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ വാസ്ലിൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞത് ഒരു 1 വീക്കിലോട്ട്. അതുപോലെ തന്നെ സൺ എക്സ്പോഷർ കുറയ്ക്കാനും സ്കിന്ന് ഡ്രൈ ആയിട്ട് വെക്കാനും, അതായത് ഈ സൈറ്റ് ഡ്രൈ ആയിട്ട് വെക്കാനും പറഞ്ഞു. ഈ പ്രൊസീജിയറിൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഐബ്രോസ് ആണ് ഈ പ്രൊസീജിയറിലൂടെ എനിക്ക് കിട്ടിയത്. അതുപോലെ ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. നമ്മൾ ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ തന്നെ ഈ ഐബ്രോസിന് ഒരു ബോൾഡ് ലുക്ക് ഉണ്ടെങ്കിലും ഒരു 2 വീക്സിനുള്ളിൽ ഇതൊരു നാച്ചുറൽ ലുക്കിലോട്ട് വരും. അതുപോലെ സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കാനഡയിലോട്ട് തിരിച്ചു പോരുന്നതിന് ഒരു 1 വീക്ക് മുമ്പാണ് സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ അന്ന് കുറച്ചും കൂടെ ഡാർക്കർ പിഗ്മെൻറ്റേഷനാണ് ഐബ്രോസിന് കൊടുത്തത്. അതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീക്സ് കഴിയുമ്പോൾ അത് ഫെയ്ഡായി നാച്ചുറൽ ലുക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ വർക്കൗട്ടായി. ഇപ്പോൾ എൻ്റെ ഐബ്രോസിന് നാച്ചുറൽ കളർ തന്നെയാണ്. ഈ പ്രൊസീജിയർ ഞാൻ ചെയ്തത് ഇടപ്പള്ളിയിലെ സപ്നാസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞൊരു പാർലറിൽ നിന്നാണ്. ഇവരുടെ ഇപ്പോഴത്തെ റേറ്റ് 7,000 rupees ആണ്. നമ്മളിപ്പം കാനഡ US ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി $300 മുകളിലാണ് ഈ പ്രൊസീജിയറിന് റേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ പാർലർ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്ത് തരും. കംഫർട്ടബിൾ ആണെങ്കിൽ പ്രൊസീജിയർ ചെയ്യുക. ഉറപ്പായിട്ടും മേക്കപ്പ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് തിൻ ഐബ്രോസ് ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ വഴി ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. മേക്കപ്പിന് കുറച്ച് കംപ്ലീറ്റ് ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ദിവ്യ പോൾ സൈനിങ് ഓഫ്. ബൈ ഫോർ നൗ.